അപ്പോൾ നമ്മൾ ഇന്നത്തെ ഐഡിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ നമ്മൾ പുതിയ പാമ്പേഴ്സ് മേടിച്ചിട്ടുണ്ട് കുഞ്ഞിപ്പെണ്ണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഫോട്ടോഷൂട്ട്. അപ്പോൾ ഞാൻ പൂ കൊണ്ട് നോക്കിയിട്ട് നടന്നില്ല. അപ്പോൾ ഇത് അമ്മയും നമ്മുടെ വസുക്കുട്ടിയൊക്കെ വന്നിട്ടുണ്ട്. അത് തെച്ചുകുട്ടി ഉറക്കാണ്. അപ്പോൾ നമ്മൾ കുഞ്ഞിപ്പെണ്ണിന് നമ്മൾ പാമ്പേഴ്സാണ് 7 വെച്ച് ഉപയോഗിക്കാൻ പോകുന്നത്. ആളിതാ എന്നെ കണ്ടിട്ടുള്ള കരച്ചിലാണ് ഗൈസ്. അപ്പോൾ നമ്മളെ കണ്ടു കഴിഞ്ഞാലൊക്കെ പാളെ തിരിച്ചറിയാൻ തുടങ്ങിയതുകൊണ്ട് കരയും. അപ്പോൾ എടുത്താൽ കരച്ചിൽ നിൽക്കും. അപ്പോൾ നമ്മൾ കുട്ടിയാണ് 7 എഴുതാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മുടെ പാമ്പേഴ്സ് എടുത്തിട്ടുണ്ട്. അസുക്കുട്ടിക്ക് നാണമൊക്കെ ഉണ്ട്, പാമ്പേഴ്സിൽ എങ്ങനെയമ്മ 7 എഴുതണമെന്ന്. അപ്പോൾ അയ്യോ അപ്പോൾ കുഞ്ഞിപ്പെണ്ണ് ഇവിടെ കിടത്താം. കുഞ്ഞിപ്പെണ്ണ് നോക്കാം അങ്ങനെ ചെയ്യണം. ഇപ്പോൾ ആളെ എടുക്കാനൊക്കെ ആയതുകൊണ്ട് 7 കുഞ്ഞിപ്പെണ്ണ് ഇവിടെ കിടത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെയ്യുന്നുണ്ട്. ഇതാരത്? നിധിയേ എവിടെ നിധി കിട്ടി? ഇത് എന്താ? ഇത് ചിരിക്കാണാ? ചിരിച്ചണാ? ഇത് നിധിക്കുട്ടിയാണത്? ഇത് കുഞ്ഞിപ്പെണ്ണാണ്. ഹലോ, അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പെണ്ണിൻ്റെ 7 ഫോട്ടോഷൂട്ട് നടക്കാൻ വേണ്ടി പോവുകയാണ്. കുഞ്ഞിപ്പെണ്ണ് അവിടെ കിടത്തിയിരിക്കുന്നുണ്ട്. ആളിപ്പം നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും ഇപ്പോൾ കമ്മലിൽ നിന്ന് നീന്താനൊക്കെ തുടങ്ങിയതുകൊണ്ട് അതൊക്കെ പിടിച്ച് വലിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൈ കൊണ്ടൊക്കെ ഇങ്ങനെ ഒരു ആക്ടിങ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ വലിയേട്ടൻ ചെയ്യണേന്നൊക്കെ പറഞ്ഞ് നോക്കുകയാണ് കുഞ്ഞിപ്പെണ്ണ് കേട്ടോ. ആൾ ഭയങ്കര ചിരിക്കുടിക്കുകയാണ്. വിളിക്കുമ്പോഴേക്കും മുത്തുമണി ഭയങ്കര ചിരിയാണ്. അപ്പോൾ ഇതാ നമ്മുടെ വസുക്കുട്ടി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് അപ്പോഴത്തേക്ക് ഉറങ്ങി ഗെയ്സ്. അപ്പോൾ കുഞ്ഞിപ്പെണ്ണ് ഇതാ ഉറങ്ങി. അപ്പോൾ ഇതാണ് നമ്മുടെ 7ാം മാസത്തെ ഫോട്ടോഷൂട്ട്. അപ്പോൾ എങ്ങനെയുണ്ട് ഗേസ്? അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം അതിനുള്ളൊരു കാരണം ഫ്ലവർ വെച്ചിട്ടായിരുന്നല്ലോ മുന്നത്തെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. അത് വെച്ച് നോക്കിയിട്ടൊന്നും നടന്നില്ല ഗേസ്. അങ്ങനെയാണ് ഇതിലായത്. അപ്പോൾ കുഞ്ഞിപ്പെണ്ണ് നല്ല ഉറക്കമായിട്ടോ. ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് ഇത് ഉണർന്നിട്ടുണ്ട്. കുഞ്ഞിപ്പെണ്ണിൻ്റെ ഒരു ഐഡിയ കാണിച്ചു കേട്ടോ. ഇങ്ങനെ നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ കുറച്ച് സമയം ഇങ്ങനെ കിടന്ന് കളിക്കും. അപ്പോൾ ഈ പുതപ്പ് നമ്മളിങ്ങനെ നമ്മൾ എത്ര ഇങ്ങനെ നീക്കിക്കഴിഞ്ഞാലും ആളത് സ്വന്തമായിട്ട് എടുത്ത് കള്ളച്ചിരിച്ചത് മതി. കള്ളച്ചിരിച്ചത് മതി. ഒരു കള്ളച്ചിരിയാണ് കേട്ടോ. കണ്ണ് ഇനി കണ്ണാക്ക എങ്ങനെയാക്ക? ഇനി ചിരിച്ച എങ്ങനെ ചിരിച്ച? ഇങ്ങനെയാ? മതി മതി മതി. സ്റ്റൈല് കാണിച്ചത് മതി മതി. ഇതിൻ്റെ ആക്ഷൻ കണ്ട. ഇനി കള്ളച്ചിരിച്ച എങ്ങനെയൊക്കെ അങ്ങനെ ആക്ക്. കണ്ണച്ച് അങ്ങനെ കൈ കൊണ്ടൊക്കെ വിളിക്കാൻ തുടങ്ങിയ വിച്ചാൻ തുടങ്ങിയ. നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളിൻ്റെ ഒരു ഇതിനെ പിടിച്ചിട്ട് സ്വന്തമായിട്ട് ഇങ്ങനെ ഇടും. ഇങ്ങനെ ഇടും. എന്നിട്ട് കാലിട്ട് ഇങ്ങനെ അടിക്കും. കഴിഞ്ഞിട്ടിതെങ്ങനെ ഇങ്ങനെ സ്വന്തമായി എടുക്കുന്നു. ഫേസിൽ ഇങ്ങനെ ഇടുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് സ്വന്തമായിട്ട് തന്നെ കാലിട്ടിടിച്ച് സന്തോഷിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ ചിരിക്കുന്നു. ഇതാണ് കുഞ്ഞിപ്പെണ്ണിൻ്റെ ഇപ്പോഴത്തെ ഒരു ആക്ടിവിറ്റി അല്ലേ? നമ്മളിപ്പോൾ പുറത്ത് അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ഇതുപോലെ മുഖത്തിടുന്നു, ഒറ്റയ്ക്ക് കളിക്കുന്നു. പക്ഷെ ഡേഞ്ചറാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എടുക്കാനൊക്കെ അറിയാം. ഇങ്ങനെ എടുക്കാനൊക്കെ അറിയാം. എന്നാലും നമ്മൾ അടുത്ത് നമുക്ക് അല്ലെങ്കിൽ ടെൻഷൻ ആവും. കേട്ടോ ഇങ്ങനെ ഇട്ടിട്ട് ആൾ ശ്വാസം വരുന്ന സമയത്ത് സ്വന്തമായിട്ട് എടുക്കും. എന്നിട്ട് ചിരിക്കും. ചിരിക്കും. എനിക്കറിയാം, അമ്മയ്ക്കറിയാം. കള്ളച്ചിരി ചിരിക്കുക. കള്ളച്ചിരി വെച്ച് നീതിക്കിട്ടി 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 നീതിക്കിട്ടി. ഇതെങ്ങനെ വണ്ടി വിടുക? നിധി എങ്ങനെയാ വണ്ടി വിടുക? വിട് നീ വണ്ടി വിടുക. ഇതേ കുഞ്ഞേട്ട എഴുന്നേറ്റോ? ഹലോ കുഞ്ഞേട്ടാ, കമോൺ. അച്ചോ ചിട്ടിട്ടില്ല, കുഞ്ഞിട്ട് ദേഷ്യട്ടിട്ടില്ല. ഏത് പൊതുപ്പ്?
ഇതാണോ പിന്നെയും തുടങ്ങി. ആരോ നോക്കണ കുഞ്ഞേട്ടനോ? കുഞ്ഞേട്ടനെ കണ്ടിട്ടുള്ള ചിരിയാണ് ഇട്ടത്. കുഞ്ഞേട്ടനെ കണ്ടിട്ടുള്ള ചിരിയാണിത്. ആ കുഞ്ഞേട്ട വാ വരും, വാ വാ ഏട്ടാ വാ, എൻ്റെ കൂടെ കച്ചൻ വാ വരും കുഞ്ഞേട്ടാ. ഇപ്പോൾ നല്ല മഴയും നല്ല തണുപ്പും. കുഞ്ഞേട്ട വന്ന കേട്ടോ. ആ ഏറ്റ് വന്നാ കുഞ്ഞേട്ട വന്നാ, കുഞ്ഞേട്ട വന്നാ. ഓ കുഞ്ഞേട്ട എവിടെ, കുഞ്ഞേട്ട എവിടെ? നോക്ക് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു. ശുഭദിനം അല്ലേ? എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പറയ്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പറയ് തെച്ചു കുടുംബ. അപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ. കുഞ്ഞിപ്പെണ്ണിന്റെ വാക്ക് ഗുഡ് മോർണിംഗ്. വലിയേട്ടൻ നല്ല ഉറക്കത്തിലാണ് കേട്ടോ. കുഞ്ഞേട്ടൻ നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ കുഞ്ഞിപ്പെണ്ണ് ഇതാ ഏട്ടനെ ഇങ്ങനെ നോക്കിയിട്ടൊക്കെ കുറേ സമയം നിൽക്കുന്നുണ്ട്. ഏട്ട എവിടെ ഏട്ടാ? കുഞ്ഞേട്ട എവിടെ? എവിടെ കുഞ്ഞേട്ട? ഉറങ്ങിയാ? കുഞ്ഞേട്ട ഉറങ്ങിയാ? വിളിക്കുക ഏട്ടാ, വിളിക്ക് കുഞ്ഞേട്ടാ. ഉറങ്ങണ ഏട്ടൻ്റെ അടുത്ത് ഇതാ എത്തി. ഏട്ടനെ ഏട്ടാ മാന്തണ്ട. അയ്യോ ഓ ഏട്ടൻ നീ കിടന്ന്. ഏട്ട എന്ത് ചെയ്തേരി? ഇന്ത്യേ ഏട്ട എന്ത് ചെയ്ത്? എന്ത് ചെയ്തേട്ടാ? മാറിക്കിടുന്ന എൻ്റെ മേലെ ഒങ്ങണ്ടേ? കുഞ്ഞേട്ടനെ പോലെ ഒങ്ങണ്ടേ? കുഞ്ഞേട്ടനെ പോലെ ഒങ്ങണ്ടേ? വിടില്ല ഞാൻ അല്ലേ കുഞ്ഞേട്ട, വിടില്ല. എങ്ങനെ ചിരിച്ചാ നിധിക്കുട്ടി? എങ്ങനെ ചിരിക്കിയതാ? എങ്ങനെ ചിരിച്ചാ? അമ്മയ്ക്ക് കാണിച്ചു നോക്കട്ടെ. നിധിക്കുട്ടി എവിടുത്തെ അക്കരെ കുഞ്ഞിപ്പേനെ എവിടെ? അപ്പൂ എത്തി. ഏട്ടാ ഞാനും ഉണ്ട് ഏട്ടാ ഒങ്ങാന്. ഏട്ടാ ഞാനും ഉണ്ട് ഒങ്ങാൻ. നീ കുഞ്ഞേട്ടാ ഇപ്പൊ തീരുമാനമാക്കുമ്പോ കുഞ്ഞേട്ടനെ കരയിക്കോ? ചുമ നീന്തി എത്തി. മതി ഉറങ്ങണ ഏട്ടനെ ബുദ്ധിമുട്ടിച്ചാണ്. ഉടങ്ങനെ ഏട്ടനെ വിരിമിച്ചാണ്. എൻ്റെ കാലിൽ കേൾക്കണ കുഞ്ഞിപ്പെണ്ണ്, എൻ്റെ കാലിൽ കിടക്കണ കുഞ്ഞിപ്പെണ്ണ്, കാലിൽ കേൾക്കണ കുഞ്ഞാണ്. എന്നെ നിധി ചിച്ച ഇതിക്കുട്ടി എങ്ങനെ ചിരിക്ക? ഈ എന്താ ഇത്? പൂമ്പാറ്റിയാ? എന്താ ഇത്? ബട്ടർഫ്ലൈ ആണോ? ബട്ടർഫ്ലൈ ആണ്. അല്ല അമ്മ പിടിക്കാൻ അവള് പിടിക്കാൻ നോക്കട്ടെ. അങ്ങനെ നമ്മുടെ വസുവേട്ടൻ എന്താ സ്കൂളിൽ പോകാൻ റെഡി ആയിരിക്കണം. കുഞ്ഞിപ്പെണ്ണ് നേരത്തെ ഉണർന്നുകൊണ്ടത് കുഞ്ഞിപ്പെണ്ണെ എടുത്തോണ്ടാണ് നമ്മുടെ വസുക്കുട്ടി പോകുന്നത് കേട്ടോ. ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ തെച്ചുക്കുട്ടി ഒരു കുറുമ്പ് കാണിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. കുറുമ്പല്ല, വലിയൊരു തെറ്റാണ് ചെയ്തിരിക്കുന്നത്. ഇന്ന് വണ്ടിയിലിരുന്നിട്ട് എന്ത് ചെയ്തു? വണ്ടിയിലിരുന്നിട്ട് ഈ വീട്ടിനകത്ത് മെയിൻ റോഡിലല്ല, അകത്ത് നമ്മളിങ്ങനെ കയറുന്ന സമയത്ത് സൈഡിലുള്ള ചെടിയിൽ ജസ്റ്റ് കൈ ഇങ്ങനെ ഇട്ട് ചെടിയിൽ ഇങ്ങനെ തൊട്ടു. അത് മുള്ളുള്ളൊരു ചെടിയായിരുന്നു. അപ്പം നമ്മൾ വണ്ടിയിലിരിക്കുമ്പോൾ കുട്ടികളാരും കൈകൾ കരഞ്ഞിട്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പം കയ്യിൽ കാണിച്ചു കരഞ്ഞിട്ടുള്ള ഇതാണ്. ഇതാണ്ടോ കയ്യിൽ ഇതാണ്ടോ കാണുന്നുണ്ടോ? നിങ്ങൾക്ക് കാണണ്ടാന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ ഏതൊരു ചെടിയുടെ മുള്ള് തട്ടി
മുള്ളാണ്. ഇതാ കയ്യിലൊക്കെ ഇതെങ്ങനെ തറച്ചിരിക്കുകയാണ്. ആളൊന്നും നമ്മളെ തൊടാൻ പോലും അയക്കുന്നില്ല. ഇത് വന്ന് നെല്ല് നനഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല മഴയായിരുന്നു. അപ്പോൾ വെയിലിട്ടിട്ട് നമ്മൾ നന്നായി നെല്ലൊക്കെ ഉണക്കിക്കൊണ്ടിരിക്കുകയാണ് ടാർപ്പായിട്ട് കേട്ടോ. പേപ്പർ വായിക്കട്ടെ. ഇന്നുമാ ചക്കര കിട്ടി എവിടെ? ചക്കര മുത്ത എവിടെ? എടുക്കാൻ വാ നോക്കട്ടെ. എടുക്കാൻ വാ. വാ ഓടി വാ, ഓടി ഓടി വാ നോക്കട്ടെ. വാ ഓടി വാ, ഓടി വാ. ഇതേ ഓടി വാ, ചക്കര കിട്ടി ഓടി വാ, ഓടി വാ. ഫ്രണ്ട്സ്, നമ്മുടെ വസുക്കുട്ടി ഒരു മാജിക് കാണിക്കാൻ വേണ്ടി പോണ്. ഇത് കയ്യിൽ ലോക്ക് ചെയ്തിട്ട് എങ്ങനെയാണ് പെട്ടെന്ന് എടുക്കാൻ വേണ്ടി. അപ്പം അമ്മനെയാണ് നിർത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അമ്മ അത്ഭുതത്തോടെ നിൽക്കുകയാണ്. എന്താ സംഭവിക്കാന്ന് അറിയില്ല. അപ്പം ഇത് ആള് ലോക്ക് ഒരിക്കൽ നമ്മൾ ഇട്ട് ലോക്കാക്കി. ഇതാണ് മാജിക് ഗൈസ്. അപ്പം നിങ്ങൾ ഇങ്ങനത്തെ കൂട്ടുകാരെ, ഇന്ന് നമ്മുടെ കുറുമ്പം തെച്ചു ഒരു പാട്ട് പാടാൻ വേണ്ടി പോവാണ്. പാടിക്കോളൂ. ഇത് നോക്കി പാട്. വസുവോട്ടം പാടില്ല, എന്റെ അമ്മ പാടിക്കും. ഇവനെ ചുടുവാന എന്നും ഗുഡ് ബോയ്. ഇനിയുണ്ടാ പാട്. ഇവനായി വന്നവർക്കും വിന്നവർക്കും പണ്ടയപ്പെട്ട് കട്ടച്ചോര കൊണ്ട് സടിച്ചു. അതുപട്ട് കൊടിയിൽ മറി ിലും കണ്ടിട്ട് ഇവനെ പഠിച്ചു വിട്ടേക്ക്. പട്ടിൽ പട്ട് ഇല്ലുമിനാറ്റി ഇല്ലുമിനാറ്റി അന്നരം കൊലപൊട്ടോ വിനാറ്റി ഇല്ലുമിനാറ്റി ഇല്ലുമിനാറ്റി അന്നരം കൊലപൊട്ടോ വിനാറ്റി. ഒത്തിരി എന്റെ മോനെ അറിയുന്ന അമ്മയ്ക്ക് ഇപ്പോഴും അറിയണത്. സൂപ്പർ, ഗുഡ് ബോയ്, ഗുഡ് ബോയ്. ഹലോ കൂട്ടുകാരെ, അപ്പൊ നമ്മുടെ കുറുമ്പം പാടുന്ന ഇത്രയും ഞാൻ വിചാരിച്ചില്ല. അപ്പൊ എങ്ങനെയുണ്ട് എന്നുള്ളത് എല്ലാവരും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണല്ലേ. മത്തേ പറയും, എല്ലാരും ഇഷ്ടമായ കമന്റ് ചെയ്യുന്നവരാ. പറയും. നേരെ പറയും. അടുത്തത് പാടടേ. കഴിഞ്ഞു അല്ലേ? പറയും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാന്ന് പറയാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം, കമന്റ് ചെയ്യാം, ലൈക്ക് ചെയ്യാം. താങ്ക് യു. താങ്ക് യു. ചക്കര കൊടുക്കലായിരുന്നു.